സന്തോഷം വരുമ്പോഴും സങ്കടം വരുമ്പോഴും ഭക്ഷണം കൂടുതൽ കഴിക്കുന്നവരുണ്ട്, കുറവ് കഴിക്കുന്നവരുണ്ട്. അത് എല്ലാവരിലും കാണില്ല, പക്ഷെ ചിലരിലൊക്കെ നമ്മൾ ആ ഒരു സിംറ്റം കാണാറുണ്ട്. അപ്പോൾ കൂടുതൽ കഴിക്കുന്നത് അധികം ഡയബറ്റീസ് ഉള്ളവർ, അല്ലെങ്കിൽ ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറഞ്ഞാൽ തൈറോയിഡിൻ്റെ ഒരു രോഗമുണ്ട്, അപ്പോൾ അതുള്ളവർ, അതുപോലെ ബ്ലഡിൽ ഷുഗർ കുറയുന്ന ഒരു അവസ്ഥ വരുമ്പോൾ അങ്ങനെ ചിലർ പെട്ടെന്ന് ഒരു ഷോർട്ട് പീരീഡിൽ ഒരുപാട് ഭക്ഷണം കഴിക്കുന്നവരുണ്ട്. അതല്ലാണ്ട് വരുന്ന റീസൺ ഈ പറഞ്ഞ പോലെ ടെൻഷന് അല്ലെങ്കിൽ എന്തെങ്കിലും ആങ്സൈറ്റി ഒക്കെ വരുമ്പം ആൾക്കാർ കൂടുതൽ ഭക്ഷണം കഴിക്കാറുണ്ട്. ചിലരൊക്കെ വന്നിട്ട് പറയാറുണ്ട്, ടെൻഷൻ വരുമ്പോൾ ഫ്രിഡ്ജ് പോയി തുറക്കുക, അതിലുള്ള ഫുഡെല്ലാം എടുത്തിട്ട് കഴിക്കാം, മാക്സിമം കഴിക്കാൻ പറ്റുന്നതൊക്കെ കഴിക്കാം, അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അതുപോലെ വേറൊരു റീസൺ ആണ് എന്തെങ്കിലും ഡ്രഗ്സ് കഴിക്കുക, സ്ഥിരമായിട്ടൊരു ഡ്രഗ്സ്, സൈക്കാട്രിക് ഡ്രഗ്സ് കഴിക്കുന്നവർ നമ്മൾ കണ്ടിട്ടുണ്ട്, പെട്ടെന്ന് തടി വെക്കുന്നൊക്കെ കണ്ടിട്ട്. അപ്പോൾ അവർക്ക് ഈ ഒരു ഈറ്റിംഗ് ഡിസോർഡർ വരുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് ഭക്ഷണം കഴിക്കൽ കുറയുന്ന കണ്ടീഷൻസ് ഉണ്ട്. ചിലർക്ക് ചില സമയത്ത് ഭക്ഷണം നോർമലി കഴിക്കുന്നതിലും അളവ് കുറച്ച് കഴിക്കുക, അല്ലെങ്കിൽ ഒരു ദിവസം 1-2 മീൽ മാത്രം കഴിക്കുക, അങ്ങനെയുള്ള അവസ്ഥകളും നമ്മൾ കാണാറ്. അപ്പോൾ അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത്, ഒന്ന് ഈ പറഞ്ഞ പോലെ ടെൻഷനോ ആൻസൈറ്റി ഉണ്ടെങ്കിൽ ചിലർക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയില്ല. അതുപോലെ അക്യൂട്ട് ഇൻഫെക്ഷൻസ് വരുമ്പോൾ, നമുക്ക് ഫീവർ അങ്ങനെയുള്ള അക്യൂട്ടായിട്ടുള്ള ഇൻഫെക്ഷൻസ് ഒക്കെ വരുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് വിശപ്പില്ലായ്മ വരാം, അത് കുറച്ച് സമയത്തേക്ക് വരുന്നത്. അതുപോലെ വരുന്ന മറ്റൊരു കണ്ടീഷനാണ് നമുക്ക് മേജർ ഡിസീസസ്, അല്ലെങ്കിൽ ഹാർട്ട് ഡിസീസ്, അല്ലെങ്കിൽ ക്യാൻസർ, അല്ലെങ്കിൽ കിഡ്നി ഡിസീസസ്, അങ്ങനെ മേജർ ലിവർ ഡിസീസസ് ഒക്കെ ഉള്ളവരിൽ പൊതുവെ വിശപ്പില്ലായ്മ കാണാറുണ്ട്. അപ്പോൾ നമ്മൾ കൂടുതൽ ഭക്ഷണം കഴിക്കുകയാണെങ്കിലും കുറവ് കഴിക്കുകയാണെങ്കിലും നമ്മളൊരു ഡോക്ടറെ കണ്ടിട്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ടാവുന്നതിൻ്റെ കാരണം എന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യണം.